കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചേ. 15-11. എന്നാൽ ബറാബാസിനെയാണ് വിട്ടു തരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു. പീലാത്തോസ് അവനോട് ചോദിച്ചു, യഹൂദരുടെ രാജാവ് നിങ്ങൾ വിളിക്കുന്നവൻ എന്ത്? ഈ ബറാബാസ്, തിമേയൂസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തിമേയൂസിൻ്റെ പുത്രൻ അല്ലേ, സൺ ഓഫ് തിമേയൂസ്. യോനായുടെ പുത്രനായ ശിമയോനെ, തിമേയൂസ്. അങ്ങനെയാണെങ്കിൽ ആബാസ് എന്താ അർത്ഥം? പിതാവിൻ്റെ പുത്രൻ. ബറാബാസ് എന്ന വാക്കിൻ്റെ അർത്ഥം പിതാവിൻ്റെ പുത്രൻ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ബറാബാസിൻ്റെ ശരിക്കുള്ള പേരെന്തായിരുന്നറിയാം? യേശു ബറാബാസ് എന്നായിരുന്നു. ബറാബാസിൻ്റെ ശരിക്കുള്ള പേര് ജീസസ് ബറാബാസ് എന്നായിരുന്നു. യേശു ബറാബാസ്. പിന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുപോവാ. ഇത് വളരെ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ്. എന്നെ ശ്രദ്ധിച്ചേ. ഇനി നിങ്ങളുടെ മനസ്സിൻ്റെ ക്യാൻവാസിൽ ഈ ചിത്രം വരയ്ക്കുക. ഒരു വശത്ത് യേശു ദൈവത്തിൻ്റെ പുത്രൻ, യേശു ദൈവപുത്രനായ യേശു ഒരു വശത്ത്, മറുവശത്ത് ദൈവപുത്രനായ ബറാബാസ്. ഇപ്പോൾ ഒരു ചോയ്സ് മുമ്പിൽ വെക്കുകയാണ്, തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് ആരെ വേണം, യേശുവിനെയോ ബറാബാസിനെയോ? രണ്ടുപേരും പിതാവിൻ്റെ പുത്രന്മാരാണ്. യേശു ബറാബാസ്, യേശു ക്രിസ്തു. ജനക്കൂട്ടത്തെ പുരോഹിത പ്രമുഖന്മാർ നിർബന്ധിച്ചു, ഞങ്ങൾക്ക് ആരെ മതി? ബറാബാസിനെ മതി. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ഈ തെരഞ്ഞെടുപ്പുണ്ട്. ഒന്നുകിൽ യേശു അല്ലെങ്കിൽ ബറാബാസ്, ഒന്നുകിൽ യേശു അല്ലെങ്കിൽ പിശാച്. ഈ ചോയ്സാണ് നമ്മുടെ ജീവിതം. ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് ബറാബാസ് ആണെങ്കിൽ അവനെ കൊല്ലും, യേശു ആണെങ്കിൽ മിണ്ടാതെ അത് സഹിക്കും. യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? ഇപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറയുമ്പോൾ ഈ ചോയ്സ് ഉണ്ട്. എന്താ? യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? നമ്മളോട് എന്തെങ്കിലും ഒരു ത്യാഗം ഏറ്റെടുത്തൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. യേശുവാണെങ്കിൽ അത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ചെയ്യും. ബറാബാസ് ആണെങ്കിൽ എനിക്ക് പറ്റില്ല, നിൻ്റെ പണിയൊക്കെ പോകാൻ പറയും. അപ്പോൾ ആ മോമെൻറ്റിൽ ദൈവം നമ്മളോട് ചോദിക്കും, നിനക്ക് ആരെ വേണം, യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? ദ ഹോൾ ക്രിസ്ത്യൻ ലൈഫ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ചോയ്സ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് ബറാബാസ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ ജീവിതത്തിൽ 24 മണിക്കൂറിൽ മഹാഭൂരിപക്ഷ സമയവും ഞാനും നിങ്ങൾ ഒരുപക്ഷെ ബറാബാസിനെ വേണമെന്ന് പറയുകയും യേശുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നവരാകാനിടയുണ്ട്. അതാണ് ഈ ഭാഗം തരുന്ന ഒരു സൂചന. രണ്ടാമത്തേത്, ബറാബാസിനെ വെറുതെ വിടുന്നു, യേശു കുരിശിലേറ്റപ്പെടുന്നു. അങ്ങനെ ചിന്തിച്ചാൽ യേശുവിൻ്റെ മരണശിക്ഷ മൂലം വെറുതെ വിടപ്പെടുന്ന ഹ്യൂമാനിറ്റിയുടെ പ്രതീകമാണ് ഈ ബറാബാസ്. യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ സ്വതന്ത്രമാക്കപ്പെട്ട മാനവകുലത്തിൻ്റെ പ്രതിനിധിയാണ് ബറാബാസ്. ബറാബാസ് വെറുതെ വിടപ്പെട്ടു. ബറാബാസിനെ സ്വതന്ത്രനാക്കി വിട്ടയച്ചു. ബറാബാസിനെ ശിക്ഷ വിധിക്കാതെ വിട്ടയച്ചു. എന്തുകൊണ്ട്? ബറാബാസിന് പകരം യേശു കുരിശിലേറ്റപ്പെട്ടു. ഇനി യേശുവിൻ്റെ വലതുവശത്തും ഇടതുവശത്തും കിടന്ന കള്ളന്മാരുടെ ചിത്രം നോക്കിയാൽ അവരാരായിരുന്നു? അവരെക്കുറിച്ച് പറയുന്നത് ബറാബാസിൻ്റെ കൂടെ കലാപത്തിന് ഇറങ്ങിത്തിരിച്ച കുറ്റവാളികളായിരുന്നു ഇവർ. അപ്പം അന്ന് AD 29 ആ ദുഃഖവെള്ളിയാഴ്ച
കുരിശിലേറ്റപ്പെട്ട 3 പേരിൽ 2 പേർ ബറാബാസിൻ്റെ കൂടെ കലാപത്തിന് ഇറങ്ങിത്തിരിച്ച കുറ്റവാളികളാണെങ്കിൽ അന്ന് നട്ടുച്ചയ്ക്ക് കുരിശിൽ നടുക്കത്തെ കുരിശിൽ കിടക്കേണ്ടത് ആരായിരുന്നു? ബറാബാസായിരുന്നു. ആ കലാപത്തിന് ആഹ്വാനം ചെയ്ത, ആ കലാപത്തിൽ ആളുകളെ കൊന്ന 3 പേരാണ് ഈ കുരിശ കിടക്കുന്നത്. അപ്പം നടുക്ക് ബറാബാസും 2 വശത്തും കുറ്റവാളികളുമാണ് യഥാർത്ഥത്തിൽ കിടക്കേണ്ടിയിരുന്നത്. പക്ഷേ ബറാബാസിന് പകരം ബർഅബാ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു കിടക്കുകയാണ്. ബറാബാസ് സ്വതന്ത്രനാക്കപ്പെട്ടു. അപ്പോൾ ഈ ബറാബാസ് നമ്മൾ ഓരോരുത്തരുടെയും റെപ്രസെൻറ്റേറ്റീവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ സ്വതന്ത്രമാക്കപ്പെട്ട മാനവരാശിയുടെ പ്രതീകമാണ് ബറാബാസ്. ഇനി പീലാത്തോസിലേക്ക് തിരിച്ചു വരാം. വിശ്വാസ പ്രമാണത്തിൽ ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. വിശ്വാസ പ്രമാണത്തിൽ പേര് പരാമർശിക്കപ്പെടുന്ന മനുഷ്യരുണ്ടോ? എത്ര പേരുണ്ട്? വിശ്വാസ പ്രമാണത്തിൽ പേര് പരാമർശിക്കപ്പെടുന്ന എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? 2 പേരേ ഉള്ളൂ. ആരൊക്കെയാ? മാതാവും പീലാത്തോസും. മാതാവും യോഹന്നാനും അല്ല, മാതാവും പീലാത്തോസും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2000 വർഷത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ എല്ലാ ദിവസവും ഈ ആളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരുടെ? പീലാത്തോസിൻ്റെ. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ദൈവമേ കോടാനുകോടി ക്രിസ്ത്യാനികളെ കൊണ്ട് ഈ പേര് പറയിച്ച്? എന്തിനാ? മാതാവൊക്കെ നമുക്ക് ഒരു പ്രശ്നമില്ല കാര്യത്തിൽ. പക്ഷെ എന്തിനാണ് ഈശോയെ ഈ പീലാത്തോസിൻ്റെ? അപ്പോഴാണ് നമ്മൾ ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയുടെ ഭയാനകത മനസ്സിലാവുന്നത്. ഇയാളുടെ പേര് ഒരു കുറ്റബോധം പോലെ, ഇയാളുടെ പേര് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ, ഒരു താക്കീത് പോലെ, മുന്നറിയിപ്പ് പോലെ. ഇവൻ്റെ പേര് മാനവരാശിയെ കൊണ്ട് കോടാനുകോടി പ്രാവശ്യം ദൈവം പറയിപ്പിച്ചു. പീലാത്തോസ്, പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് നിങ്ങൾക്കറിയോ 10 കൊല്ലമേ ഇയാൾ യൂദയായുടെ പ്രോവിൻസിൻ്റെ ഗവർണറായിരുന്നിട്ടുള്ളൂ. 10 കൊല്ലം. AD 26 അയാൾ ഭരണം ആരംഭിച്ചു. 36 അയാൾക്ക് പോകേണ്ടി വന്നു. ഈശോ മരിച്ചതിന് ശേഷം കഷ്ടിച്ചൊരു 5-6 കൊല്ലം കൂടി ഇയാൾ ഭരിച്ചു. പിന്നെ ഇയാൾ നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷെ ആ മനുഷ്യൻ്റെ 10 വർഷം യൂദയ പ്രോവിൻസിൻ്റെ ഭരണകർത്താവായിരുന്ന പീലാത്തോസിൻ്റെ പേര് വേറെ ആരുടെയും പേരില്ല. പീലാത്തോസിൻ്റെ പേര് എന്തിനാണ്? കുഞ്ഞുങ്ങളെ കൊന്ന ഹെറോദേസിൻ്റെ പേര് പോലും ഇല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ മനുഷ്യനിലേക്ക് കുറച്ചുകൂടെ നമ്മുടെ ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. പീലാത്തോസ് ആരംഭിച്ചത് ഒരു അടിമയായിട്ടാണ്. അയാളൊരു അടിമയായിരുന്നു. ഒരുപക്ഷെ പീലാത്തോസ് ആയിരിക്കണം റോമൻ ഗവർണറായി മാറിയ ആദ്യത്തെ അടിമ, ഒരുപക്ഷെ അവസാനത്തെ അടിമ. AD 6 മഹാനായ ഹെറോദ് ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ആൾ, കുഞ്ഞുങ്ങളെ കൊന്ന ഹെറോദേസ് ഇല്ലേ, അച്ഛൻ ഹെറോദേസ് മരിച്ചത് AD 6 AD 6 അദ്ദേഹം മരിച്ചതിന് ശേഷം റോമ ഗവൺമെൻറ് തീരുമാനിച്ചു, യൂദയ ഇനി ആ നാട്ടിലുള്ള യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ളതോ ഹാഫ് യഹൂദനായതോ ആരെയും ഏൽപ്പിക്കണ്ട, മറിച്ച് റോമൻ പട്ടാളം നേരിട്ട് ഭരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തലസ്ഥാന നഗരമാണ്. അവിടെയാണ് എപ്പോഴും കലാപം ഉണ്ടാവുന്നത്. റോമാക്കാർക്ക് എന്നും തലവേദനയായിരുന്ന സ്ഥലമാണ് യൂദയ. അതുകൊണ്ട് യൂദയയുടെ ഭരണം കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി. യൂദയ AD 6 മുതൽ റോമൻ പ്രോവിൻസായിട്ട് ഡിക്ലെയർ ചെയ്ത് ആ പ്രോവിൻസിൻ്റെ ഗവർണറായിട്ട് ഒരാളെ അപ്പോയിൻ്റ് ചെയ്തു. അങ്ങനെ AD 26 റോമൻ ഗവർണറായി യൂദയയിലെത്തിയ ആളാണ് പീലാത്തോസ്. ഈ പീലാത്തോസിനെ കുറിച്ച് ചരിത്രകാരനായ തത്വചിന്തകനായ ഫിലോ ഫിലോ എന്ന് പറയുന്ന ഒരാൾ എഴുതിയിരിക്കുന്നത് 3 വാക്കുകളാണ്. ഇയാളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്രൂവൽ, കറപ്റ്റ് ആൻഡ് അരഗൻറ്റ്. ഈ 3 വാക്കുകളാണ്. ക്രൂവൽ, കറപ്റ്റ് ആൻഡ് അരഗൻറ്റ്. അതായിരുന്നു പീലാത്തോസ്. ക്രൂരനായിരുന്നു, അഴിമതിക്കാരനായിരുന്നു, ധിക്കാരിയായിരുന്നു, കാർക്കശ്യ സ്വഭാവമുള്ളവനായിരുന്നു. അപ്പോൾ ഈ പീലാത്തോസ് ഇയാൾ അനേകം അബദ്ധങ്ങൾ കാണിച്ചു. ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ
ഒരുപാട് അബദ്ധങ്ങൾ ഇയാൾ കാണിച്ചു. ഒരബദ്ധം ഇതാണ്, അയാൾ ദേവാലയ പരിസരത്തിനകത്ത് റോമാക്കാരുടെ പ്രതീകമാണ് കഴുകൻ. കഴുകൻ്റെ ചിത്രം റോമൻ ഗവൺമെൻറ്റിൻ്റെ ചിത്രമാണ്. അപ്പോൾ ഈ കഴുകൻ്റെ ശില്പം ദേവാലയ പരിസരത്തിനകത്ത് അയാൾ നിർമ്മിച്ചു. അതൊരു കലാപത്തിനിടയാക്കി. യഹൂദ വിപ്ലവകാരികൾ അതിനെ എതിർത്തു, കലാപം ഉണ്ടായി. നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടാവും, ഗലീലക്കാരായ ചിലരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി, ബാക്കി പറ, പീലാത്തോസ് കലർത്തിയ വിവരം അവർ യേശുവിനെ അറിയിച്ചു. ഇങ്ങനെ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ കോണ്ടക്സ്റ്റ് ഇതാണ്. അതായത് ഈ കഴുകൻ്റെ ശില്പം ദേവാലയത്തിനകത്ത് ഇയാൾ കൊണ്ട് സ്ഥാപിച്ചു. അപ്പോൾ റയട്ടുണ്ടായി, കലാപം ഉണ്ടായി. ആ കലാപത്തിൽ അയാൾ ഗലീലക്കാരെ അനേകം വരെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊന്നു. ഇത് സീസറിന് ആളുകൾ എഴുതി അറിയിച്ചു. സീസർ പീലാത്തോസിനെ വാൺ ചെയ്തു, ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കരുത്, ഇങ്ങനെ അബദ്ധങ്ങൾ കാണിച്ച് യൂദയയിൽ അസ്വസ്ഥത ഉണ്ടാക്കരുത്. സീസർ വാൺ ചെയ്തു. ആദ്യത്തെ അബദ്ധം. രണ്ടാമത്തെ അബദ്ധം, ഇയാൾ ജെറുസലേമിലേക്ക് ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആരംഭിച്ചു, ഒരു ജലസേചന പദ്ധതി ആരംഭിച്ചു. അപ്പോൾ അതൊരു വലിയ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന് പണം തികയാതെ വന്നപ്പോൾ അയാൾ ദേവാലയത്തിൻ്റെ ഭണ്ഡാരം പൊട്ടിച്ച് ദേവാലയത്തിൻ്റെ ട്രഷറിയിൽ നിന്ന് പണം വായ്പ വാങ്ങിക്കുന്നു എന്ന വ്യാജേന വാങ്ങിക്കുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ദേവാലയ ഭണ്ഡാരത്തിൽ നിന്ന് കവർച്ച ചെയ്തതിൻ്റെ പേരിൽ വീണ്ടും ഒരു കലാപം ഉണ്ടാവുകയും ആ കലാപത്തിൽ അനേകം പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഇയാളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, യഹൂദന്മാരുടെ വേഷത്തിൽ പട്ടാളക്കാരെ ഇവരുടെ ഇടയിലോട്ട് വിട്ടിട്ട് യഹൂദന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ പള്ളിക്കകത്ത് വെച്ചുമൊക്കെ ആളുകളെ കൊല്ലും. ഇങ്ങനെ പീലാത്തോസ് ജെറുസലേമിലേക്ക് തുടങ്ങിയ ജലസേചന പദ്ധതിയിൽ ദേവാലയത്തിലെ പണം കവർച്ച ചെയ്ത് ആ പ്രോജക്റ്റ് നടത്തിയപ്പോൾ വീണ്ടും കലാപം ഉണ്ടാവുകയും വീണ്ടും രക്തച്ചൊരിച്ചിലുണ്ടാവുകയും ചെയ്തപ്പോൾ സീസറിൻ്റെ വാണിങ്, രണ്ടാമതും സീസറിൻ്റെ വാണിങ് വന്നു, ഇനി എന്തെങ്കിലും ഒരബദ്ധം കാണിച്ചാൽ നിന്നെ മാറ്റും, ശ്രദ്ധിച്ചോണം. അങ്ങനെ സീസറിൻ്റെ താക്കീതടങ്ങിയ, ഇനി ഒരു അബദ്ധം കൂടി അനുവദിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സീസറിൻ്റെ കത്ത് മേശപ്പുറത്ത് കിടക്കുകയാണ്. അപ്പോഴാണ് ഒരുത്തനെ ബന്ധിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. സീസറിൻ്റെ കത്ത്, വാർണിംഗ് ലെറ്റർ മേശപ്പുറത്ത് കിടക്കുകയാണ്. ഇനി ഒരു അബദ്ധം കൂടെ കാണിച്ചാൽ നിന്നെ മാറ്റും. ഇവിടെ ഒരു കത്ത് കിടപ്പുണ്ട്. ആരുടെ കത്താ പറ? സീസറിൻ്റെ. പുറത്ത് വേറൊരു കത്ത് കിടപ്പുണ്ട്. ആരുടെയാ? ഭാര്യയുടെ കത്ത്. ഭാര്യ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. ഈ നീതിമാനെ ഒന്നും ചെയ്യാൻ പാടില്ല, കാരണം അവൻ എൻ്റെ നിദ്രയെ ഒരുപാട് തടസ്സപ്പെടുത്തി, അവൻ എൻ്റെ ഉറക്കത്തിൽ വന്നെന്നെ ശല്യപ്പെടുത്തി, അവൻ നിരപരാധിയാണ്, ഈ നീതിമാനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാര്യയുടെ കത്ത് മേശപ്പുറത്ത് കിടപ്പുണ്ട്. ഈ രണ്ട് കത്തുകൾക്കിടയിൽ മുറിഞ്ഞു നിൽക്കുകയാണ് ഈ മനുഷ്യൻ, വിഭജിക്കപ്പെട്ട് നിൽക്കുകയാണ്. ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ടു ലെറ്റേഴ്സ്, എ ലെറ്റർ ഫ്രം സീസർ, എ ലെറ്റർ ഫ്രം ഹിസ് വൈഫ്. ഇതാ പ്രശ്നം. എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ യേശുവിനെ വെറുതെ വിട്ടാൽ ജനം മുഴുവൻ ഇളകി നിൽക്കുകയാണ്. എന്താ പറയുന്നത്? അവനെ ക്രൂശിക്കുക. പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികൾ മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത് ജനത്തെ മുഴുവൻ ഇളക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് 100% ഈ മനുഷ്യനറിയാം യേശു നിരപരാധിയാണ്. 100% അയാൾ ആഗ്രഹിക്കുന്നുണ്ട് യേശുവിനെ വെറുതെ വിടണം. പക്ഷേ യേശുവിനെ വെറുതെ വിടാനാവാത്ത വിധത്തിൽ അയാളെ പുറകിലേക്ക് വലിച്ചതെന്താണ്? അയാൾക്ക് യൂദയായിലെ പ്രോവിൻസിൻ്റെ ഗവർണറായി തുടർന്നും ഭരിക്കണം എന്ന ആഗ്രഹം. ഒരടിമയായി ആരംഭിച്ച ഞാൻ വീണ്ടും ഒരു അടിമയുടെ ജീവിത നിലവാരത്തിലേക്ക് തരംതാണു പോകാൻ പാടില്ല. എൻ്റെ സ്ഥാനം ഞാൻ നിലനിർത്തണം. എനിക്ക് എൻ്റേത് ആയതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ യേശുവിനെ തള്ളിപ്പറയുകയാണ്. വിശ്വാസ പ്രമാണത്തിൽ ഈ പേര് ഓർമ്മിപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം നമ്മളോട് പറയും, ജീവിതത്തിൽ ഇതുപോലെ 100,000 സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും. നമുക്ക് നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാത്രം യേശുവിനെ ഏറ്റുപറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നീ പീലാത്തോസ് ചെയ്തതുപോലെ ആകരുത്. മറിച്ച് വിശ്വാസ പ്രമാണത്തിൽ വേറൊരാളുടെ പേരൂടെ ഉണ്ട്, മാതാവ്. എല്ലാം നഷ്ടപ്പെടുത്തി യേശുവിനെ നേടിയ ഒരാളെയും യേശുവിനെ സ്വന്തം സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തിയ ഒരാളെയും വിശ്വാസ പ്രമാണത്തിൽ വെച്ചിട്ട് സഭ നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്താണ് വിശ്വസിക്കുന്നത്? ഡു യു റിയലി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്?
യേശുവിനെ വിശ്വസിക്കുന്നവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള അപായത്തെയും അപകടത്തെയും ഓർമ്മപ്പെടുത്തുന്ന ആളാണ് പീലാത്തോസ്. യേശുവിനെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് പലതും നഷ്ടപ്പെടാമെന്ന് ഓർമ്മിപ്പിക്കുന്ന ആളാണ് പീലാത്തോസ്. എന്തിനാണ് പീലാത്തോസിൻ്റെ പേര് വിശ്വാസ പ്രമാണത്തെ കൊണ്ടുവച്ചത്? വിശ്വാസ പ്രമാണം ചൊല്ലുന്നവർ ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് യേശുവിനെ ഏറ്റുപറയുന്നതിൻ്റെ പേരിൽ നിനക്ക് ചിലപ്പോൾ നിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് വരാം, ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പീലാത്തോസിനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിക്കും യേശുവിനെ ഏറ്റുപറയണമെങ്കിൽ ഈ ചോദ്യം യേശു എന്നും നമ്മളോട് ചോദിക്കും. എല്ലാ കാലത്തെയും യേശുവിൻ്റെ രീതിയാണിത്. എന്താ രീതി? ഈശോ ഇപ്പം അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കാമെന്ന് വെച്ചോ, നിനക്ക് ആരെ വേണം? യേശുവിനെ വേണോ ബറാബാസിനെ വേണോ എന്നിപ്പോൾ ഈശോ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഓർത്തോണം, ഈശോയുടെ രീതി ഇതാണ്. ഈശോ പറയും, നിനക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും, നിനക്ക് പലതും വേണ്ടാന്ന് വെക്കേണ്ടി വരും, പല കാര്യങ്ങളോടും നോ പറയേണ്ടി വരും, പല കാര്യങ്ങളെയും സന്തോഷത്തോടെ ഏറ്റെടുക്കേണ്ടി വരും, ചില അപമാനങ്ങൾ സഹിക്കേണ്ടി വരും. ഇതാണ് യേശുവിൻ്റെ രീതി. ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ഈശോ ഓരോരുത്തരെയും സ്നേഹിച്ചത് യുണീക്കായിട്ടാണ്. ഇപ്പോൾ ഈശോ നിന്നെ സ്നേഹിക്കുന്ന യുണീക്കായിട്ടാണ്, ആണല്ലോ. അപ്പോൾ തിരിച്ച് ഈശോയും യുണീക്കായിട്ടൊരു സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് യേശു ഒരിക്കലും രണ്ടാമതാവാൻ തയ്യാറല്ല, അതെപ്പോഴും ഓർത്തോണം. യേശു ഒരിക്കലും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കാൻ തയ്യാറല്ല. ഒന്നുകിൽ ഈശോ ഒന്നാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ഈശോ ഇല്ല. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ വേറെ പലതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നു. ജീസസ് ഈസ് നെവർ റെഡി ടു ബി ഇൻ എ സെക്കൻഡ് പൊസിഷൻ. ഒന്നുകിൽ ഒന്നാമത്, അല്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണ് യേശുവിടെ രീതി. അതെപ്പോഴും മനസ്സിലാക്കിക്കോണം. അപ്പോൾ പീലാത്തോസിൻ്റെ മുമ്പിൽ ഈശോ നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനെ തള്ളിക്കളയുന്നത് യഥാർത്ഥത്തിൽ യേശുവിനെ ഏറ്റുപറയുന്നതിൻ്റെ പേരിൽ നഷ്ടം വരുമല്ലോ എന്ന ഭയം ഓർത്തിട്ടാണ്. നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അയാൾ യേശുവിനെ കുരിശിത്തറയ്ക്കാൻ ഏൽപ്പിച്ച് കൊടുത്തത്. ഒറ്റ കാര്യം കൂടി നമുക്ക് ഈ ഭാഗത്ത് പറയാം, ഈ 15 വരെയുള്ള വാക്യങ്ങളിൽ. അങ്ങനെ പീലാത്തോസ്, 15-ാമത്തെ വാക്യം വായിച്ചേ, 15:15. അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചതിന് ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു കാര്യം കൂടെ, യഥാർത്ഥത്തിൽ എന്നെ ശ്രദ്ധിച്ചേ, യഥാർത്ഥത്തിൽ ഇത് ആരുടെ വിചാരണയാണ്? ഇവിടെ ആരാണ് വിചാരണ ചെയ്യപ്പെടുന്നത്? നിങ്ങൾ സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ആരുടെ വിചാരണയാണിത്? അതായത് ഇവിടെ വിചാരണ ചെയ്യപ്പെടുന്ന യഥാർത്ഥത്തിൽ അന്നാസാണ്, കയ്യാപ്പാസാണ്, പട്ടാളക്കാരാണ്, പീലാത്തോസാണ്, ഹെറോദേസാണ്, സീസറാണ്. എന്തുകൊണ്ടാ? യഥാർത്ഥത്തിൽ ആത്യന്തികമായ വിചാരണ എന്താ? നിനക്ക് യേശുവിനെ വേണോ ബറാബാസിനെ വേണോ? യേശുവിനെ വേണോ നിൻ്റെ സ്ഥാനം വേണോ? യേശുവിനെ വേണോ നിങ്ങളുടെ പദവികൾ വേണോ? യഥാർത്ഥത്തിൽ ഈ ട്രയൽ നടക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയുമാണ്. അപ്പോൾ നമ്മൾ ഈ യേശു വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ വിചാരണയ്ക്ക് നിൽക്കുകയാണ്. അവിടെ ഒരു ചോദ്യമുള്ള ആ ജഡ്ജ്മെൻറ്റ്, ആ ന്യായാസനം ദൈവത്തിൻ്റേതാണ്, ആ ന്യായാധിപൻ ദൈവമാണ്. ആ ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ, നിനക്ക് ആരെയാ വേണ്ടേ? യേശുവിനെ വേണോ ലോകത്തെ വേണോ? ആത്യന്തികമായി ഈ ഒരു ചോദ്യമാണ് രണ്ടാം വരവിൽ നാം നേരിടാൻ പോകുന്നത്. നീ ആരെയാണ് ഓപ്റ്റ് ചെയ്തത്? യേശുവിനെയാണോ ലോകത്തെയാണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, യേശുവിൻ്റെ പേരിൽ ജീവിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിൽ ഒരു അഭിമാനമാണോ അപമാനമാണോ? ലോകത്തിൻ്റെ കണ്ണിൽ അപമാനമാണ്. ഇനി മുന്നോട്ട് പോകുന്തോറും യേശുവിൻ്റെ പേരിൽ യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുക എന്നത് വലിയൊരു അപമാനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും കളിയാക്കലിൻ്റെയും കാരണമായി മാറും. ഇപ്പം തന്നെ അങ്ങനല്ലേ? ഇപ്പം തന്നെ അങ്ങനെയാണ്. അപ്പോൾ ആത്യന്തികമായി യേശുവിനെ ഏറ്റുപറയുന്നത് നമുക്ക് ജീവൻ കൊടുക്കുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയായിട്ട് മാറും മുന്നോട്ട് പോകുന്നവർ. കാരണം ലോകത്തിന് അത്രയും യേശുവിനെ താല്പര്യമില്ല. യേശു ഒരു പരിഹാസ വിഷയമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കര അസാധാരണമായ ധൈര്യം വേണം യേശുവിനെ ഏറ്റുപറയാൻ. അതായത് യേശു എന്ന് പറഞ്ഞാൽ പരിഹസിക്കുന്ന ഒരു ജനത്തിനിടയിൽ യേശു രക്ഷകനാണെന്ന് പറയാൻ അസാധാരണമായ ധൈര്യം വേണം. ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയാൻ അസാധാരണമായ ധൈര്യം വേണം. ചില പിള്ളേരൊക്കെ പറയും, ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന പിള്ളേർ, ഞാൻ ഇന്നലെ കണ്ടു ഒരു സീരിയലിൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്, ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നൊരു കുട്ടിയാണ്. ആ ഒരു സിനിമാ നടി, അവളിങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് അതിൻ്റെ പ്രൊമോ വന്നപ്പോൾ പറഞ്ഞു,
എനിക്കിത് പങ്കെടുക്കാൻ പ്രയാസമാണ്, ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷേ എൻ്റെ ഈശോ എന്നെ സഹായിക്കും. നമ്മുടെ യൂത്തും ചെറുപ്പക്കാരും ഒക്കെ പറയും. നമ്മൾ പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, യേശുവാണ് എൻ്റെ ദൈവം. ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ വിചാരണ സമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമുക്കിത് പറയാൻ ഇനി ഓരോ ദിവസം കഴിയും തോറും ബുദ്ധിമുട്ടുള്ളൊരു ലോകത്ത് ഇത് പറയാനൊരു ധൈര്യം ഉണ്ടാകുമോ? കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും യേശുവിനെ ഏറ്റുപറയാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണല്ലോ, ഫലമാണല്ലോ ആത്മധൈര്യം. ഈ സമയത്ത് കർത്താവെ, ഈശോയെ ഏറ്റുപറയാൻ ഏത് സാഹചര്യത്തിലും യേശുവിനെ തള്ളിപ്പറയാതിരിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.